ഹായ്, നമുക്കിന്ന് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രുചികളിൽ എങ്ങനെ വഴുതനങ്ങ അല്ലെങ്കിൽ കത്തിരിക്ക ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം. രണ്ടും നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാൻ നല്ല ടേസ്റ്റുമാണ്. ഇപ്പം നോൺ വെജ് നിർബന്ധമാണെന്നുള്ളവർക്കൊക്കെ മീനും ചിക്കനും ഇല്ലാത്ത ദിവസങ്ങളിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കത്തിരിക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചില സ്ഥലങ്ങളിൽ വഴുതനങ്ങ എന്നും പറയും. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഇവിടെ കിട്ടുന്ന വഴുതനങ്ങ ആണ്. ഇത് നമ്മുടെ നാട്ടിലുള്ള വഴുതനങ്ങ പോലെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല, വലിപ്പം കൂടുതലെന്നേ ഉള്ളൂ. 4 മീഡിയം സൈസ് വഴുതനങ്ങയുടെ അത്ര വരും കേട്ടോ ഇത്. ഇനി ഇത് നമുക്ക് കഴുകി തുടച്ചെടുക്കാം. അപ്പം ഞാൻ കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചെടുക്കണം. വട്ടത്തിൽ വേണം നമ്മൾ മുറിച്ചെടുക്കാൻ. അപ്പം ഈ വലിപ്പത്തിൽ വേണം നമ്മൾ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല നൈസായിട്ടും അരിഞ്ഞെടുക്കരുത്, അധികം വലിപ്പത്തിലും അരിഞ്ഞെടുക്കരുത്. അപ്പം എല്ലാം ഇതുപോലെ മുറിച്ചെടുക്കാം. അപ്പം ഞാൻ ഇതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലോട്ട് കുറച്ച് വെള്ളം എടുക്കാം. വെള്ളത്തിന് ഉപ്പ് തോന്നുന്ന രീതിയിൽ ഉപ്പിട്ട് കൊടുക്കാം, മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ മുക്കി വയ്ക്കാം. 5 മിനിറ്റ് മുക്കി വെച്ചാൽ മതി. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് എടുത്ത് മാറ്റാം. വെള്ളം ഒന്ന് കുടഞ്ഞിട്ട് വേണം പാത്രത്തിലോട്ട് വയ്ക്കാൻ. അപ്പം ഇതാ കറയൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. നിങ്ങൾ സാധാ മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ എരിവിനനുസരിച്ചിട്ട് അതിൻ്റെ അളവ് വ്യത്യാസം വരുത്താം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ നാരങ്ങ നീര്, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കൂടി പോവരുത്, നല്ല കട്ടിക്ക് തന്നെ കുഴച്ചെടുക്കണം. നമ്മൾ മീൻ പൊരിക്കുമ്പോൾ മസാലയ്ക്കൊക്കെ ഉപ്പ് ചേർക്കുന്ന രീതിയിൽ തന്നെ ഈ മസാലയ്ക്ക് ഉപ്പ് ചേർക്കണം. അല്ലെങ്കിൽ പൊരിച്ചെടുക്കുമ്പോൾ വഴുതനങ്ങയ്ക്ക് ഉപ്പ് കാണില്ല, അപ്പോൾ ടേസ്റ്റും തോന്നില്ല. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ കൂടിപ്പോവാതിരിക്കാനും ശ്രദ്ധിക്കുക. അപ്പം ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കഷ്ണമായിട്ട് എടുത്തിട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിക്കാം. അപ്പം മസാലയ്ക്ക് വെള്ളം കൂടിപ്പോയാൽ ഇതുപോലെ തേച്ച് പിടിപ്പിക്കാൻ പറ്റില്ല. ഇതുപോലെ ചെയ്യാം. ഇനി ഒരു പാത്രത്തിൽ 4 ടേബിൾ സ്പൂണോളം റവ എടുക്കുക. ഇനി ഓരോ കഷ്ണവും ഇതിൽ നമുക്ക് മുക്കിയെടുക്കാം. നമ്മൾ തേച്ച മസാലയുടെ നനവ് കാരണം റവ ഇതിൽ പിടിച്ചിരുന്നോളും. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാത്തിലും മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ പകുതി കഷ്ണങ്ങളിലാണ് മസാല പുരട്ടി എടുത്തിരിക്കുന്നത്. മീഡിയം സൈസുള്ള വഴുതനങ്ങ ആണെങ്കിൽ 2 എണ്ണത്തിനുള്ള മസാല തികയും. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ചൂടാക്കി എടുക്കാം. വെളിച്ചെണ്ണ ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. മീഡിയം തീയിലിട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. താഴെ ഒന്ന് ബ്രൗൺ നിറമായി വരുമ്പോഴേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി താഴ്ഭാഗവും ഇതുപോലെ ബ്രൗൺ നിറമായി വരണം. ആദ്യത്തെ പ്രാവശ്യം വെന്ത് വരാൻ എടുത്ത സമയം എടുക്കില്ല, മറിച്ചിട്ട ശേഷം വെന്ത് വരാൻ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഇതും അടച്ചു വെച്ച് വേവിക്കാം. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് അടുത്ത രീതിയിലുള്ള വഴുതനങ്ങ ഫ്രൈ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബൗളിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, സാധാ മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചേർക്കുക. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കൂടി പോവരുത്. ഇത് 2 മീഡിയം സൈസ് വഴുതനങ്ങയ്ക്കുള്ള മസാല വരും. ഇനി നമുക്ക് ഓരോ പീസായിട്ട് എടുത്ത് നേരത്തെ തേച്ച് പിടിപ്പിച്ച പോലെ തന്നെ തേച്ച് പിടിപ്പിക്കുക. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ചൂടാക്കി എടുക്കുക. മീഡിയം തീയിലിട്ടിട്ട് വേണം ഇതും വറുത്തെടുക്കാൻ. എല്ലാം നിരത്തിയതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. താഴെ ഇതുപോലെ ബ്രൗൺ നിറമായിട്ട് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് കുറച്ചൊന്ന് മൊരിഞ്ഞു വരുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി താഴ്ഭാഗം ഇതുപോലെ ആയി വരണം. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. 2 രീതിയിലുള്ള വഴുതനങ്ങ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. മീനും ചിക്കനും ഒന്നും ഇല്ലാത്ത ദിവസം നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നോൺ വെജ് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇതിൽ രണ്ടിലും എനിക്ക് കൂടുതൽ ഇഷ്ടം റവ ചേർക്കാതെ ഫ്രൈ ചെയ്യുന്ന രീതിയാണ്. അപ്പം നിങ്ങൾ രണ്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.